Hello, this is Robin. നമ്മൾ ഇന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ 27ാം ഭാഗത്തിലേക്കാണ്. ശ്രദ്ധിക്കുക, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് വാക്കുകളുടെ മലയാളം മീനിങ് മാത്രമല്ല, റിയൽ ലൈഫ് യൂസേജസ് ആണ്. അതായത് ഓരോ ഈ വാക്കുകൾ മലയാളം അർത്ഥം പഠിക്കുക മാത്രമല്ല, നമ്മളത് സെന്റൻസിൽ യൂസ് ചെയ്യാനാണ് പഠിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റ് വേർഡ്സ് റൈറ്റ് ടൈമിൽ കിട്ടാറില്ല, അല്ലേ? ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, അതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്, പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകൾ കിട്ടാറില്ല. അങ്ങനെയുള്ള ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? നിങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്, അർത്ഥം പഠിച്ചിട്ടുണ്ട്, അത് എക്സാമിന് എഴുതി പാസ്സായിട്ടുണ്ട്, പക്ഷെ അത് ആപ്ലിക്കേഷൻ ലെവലിൽ അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പഠിക്കുന്നത്? സെന്റൻസ് യൂസേജ് ആണ്. പല വാക്കുകളും നമ്മൾ കുറെ മലയാളത്തിലാണെങ്കിൽ പോലും ചില വാക്കുകൾ പുതിയതായിട്ടുള്ള വാക്കുകളാണെങ്കിൽ പോലും കുറെ തവണ നമ്മൾ കേൾക്കുമ്പോൾ യൂസേജ് കേൾക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലിരിക്കും, അല്ലേ? അതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. ഇംഗ്ലീഷ് വേർഡ്സിന്റെ അർത്ഥം പഠിക്കുക മാത്രമല്ല, ഓരോ വാക്കുകൾ പഠിക്കുമ്പോഴും മൾട്ടിപ്പിൾ സെന്റൻസ്, നിങ്ങളുടെ റിയൽ ലൈഫ് ബേസ്ഡ് സെന്റൻസ് യൂസേജസ് ആണ് തരുന്നത്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെ ഈ വേർഡ്സ് ഉപയോഗിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സെന്റൻസ് യൂസേജ് പഠിച്ചാൽ തന്നെ ഈ വേർഡ്സ് നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കുമ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് നമുക്ക് കിട്ടണം. അത് തന്നെയാണ് ഈ ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ ട്രെയിനിങ് സെഷൻസിന്റെ ഒബ്ജക്റ്റീവ്. ശ്രദ്ധിക്കുക, നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ, നിങ്ങളൊരു പാഷനേറ്റ് ലേണർ ആണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കുന്നതിൽ വേർഡും അതിന്റെ മീനിങ്ങും എഴുതി വെക്കുക. ഞാൻ കുറെ സെന്റൻസ് യൂസേജ് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര 2, 3, 4 പറ്റുന്ന അത്ര നിങ്ങൾ എഴുതി വെക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച യൂസേജസ്, സെന്റൻസ് യൂസേജസോ മീനിങ്സോ ഒക്കെ നിങ്ങൾ കമന്റ്സിൽ അത് എഴുതുകയാണെങ്കിൽ, അത് മെൻഷൻ ചെയ്യുവാണെങ്കിൽ, അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അത് മുന്നോട്ട് പഠിക്കാനും മുന്നോട്ട് ക്ലാസ്സസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോകാനും ഒരു എഫേർട്ട് എടുക്കാനും അത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പാർട്ട് 27. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വാക്ക് ഇതാണ്, DISDAIN. എങ്ങനെയാണ് വായിക്കുക? ഡിസ്ഡെയിൻ. ഡിസ്ഡെയിൻ ഇതൊരു വെർബാണ്. എന്താ അർത്ഥം വരുന്നത്? വെറുക്കുക, നിന്ദിക്കുക, അല്ലെങ്കിൽ അവജ്ഞയോടെ കാണുക. 3 മീനിങ്സ് പറഞ്ഞിട്ടുണ്ട്. വെറുക്കുക, നിന്ദിക്കുക, അവജ്ഞയോടെ കാണുക. വാക്കെന്താണ്? ഡിസ്ഡെയിൻ. ഇത് പറഞ്ഞു നോക്കിക്കോളൂ. ഡിസ്ഡെയിൻ, വെറുക്കുക, നിന്ദിക്കുക, അവജ്ഞയോടെ കാണുക. ഇതാണ് വെർബ്. അതിന്റെ ഫസ്റ്റ് ഫോം ഓഫ് വെർബ് ഡിസ്ഡെയിൻ. അത് പ്രസന്റ് ഫോം ആണ്. വെറുക്കുക, നിന്ദിക്കുക, അല്ല അവജ്ഞയോടെ കാണുക എന്ന അർത്ഥമാണ് ഡിസ്ഡെയിൻ എന്ന വാക്കിന് വരുന്നത്. അതിന്റെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ സെക്കൻഡ് ഫോം ഓഫ് വെർബ് ആണ് എന്താണ്? ഡിസ്ഡെയിൻഡ്. വെറുത്തു അല്ലെ നിന്ദിച്ചു, അവജ്ഞയോടെ കണ്ടു. അർത്ഥം മാറുന്നത് കണ്ടല്ലോ. സെക്കൻഡ് ഫോം ഓഫ് വെർബ് പാസ്റ്റ് ഫോം ആണ്. ഡിസ്ഡെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഫോം ഓഫ് വെർബില് പാസ്റ്റ് ഫോമില് വെറുത്തു, നിന്ദിച്ചു, അല്ല അവജ്ഞയോടെ കണ്ടു. ഡിസ്ഡെയിൻഡ് തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഈ ഒരു സെയിം ഇത് തന്നെയാണ് വരുന്നത്, പക്ഷെ അർത്ഥം മാറുന്നുണ്ട്. വെറുത്തിട്ടുണ്ട് എന്ന അർത്ഥമാണ്, നിന്ദിച്ചിട്ടുണ്ട്, അവജ്ഞയോടെ കണ്ടിട്ടുണ്ട്. അപ്പൊ 3 ഫോംസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിസ്ഡെയിൻ, വെറുക്കുക, നിന്ദിക്കുക, അവജ്ഞയോടെ കാണുക. ഡിസ്ഡെയിൻഡ് പാസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ഓഫ് വെർബ് എന്താ വരുന്നത്? വെറുത്തു, നിന്ദിച്ചു, അവജ്ഞയോടെ കണ്ടു. തേർഡ് ഫോം എന്താ വരുന്നത്? വെറുത്തിട്ടുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് തേർഡ് ഫോം ഓഫ് വെർബ് എന്താ വരുന്നത്? വെറുത്തിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, അവജ്ഞയോടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, റിലേറ്റഡ് വേർഡ്സ് നമുക്ക് നോക്കാം. അപ്പൊ സെയിം ഒരു വേർഡ് വരുന്നുണ്ട് ഇവിടെ. റിലേറ്റഡ് വേർഡ്സിൽ ഡിസ്ഡെയിൻ പിന്നെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? ഇതൊരു നൗൺ ആണ്. ഇതാണ് വെർബ്. ഇതൊരു ആക്ഷൻ വെർബ് ആണ്. ഒരു കാര്യം ചെയ്യുന്നതാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയും, അല്ലേ? ഇതൊരു ആക്ഷൻ വെർബ് ആണ്. ഇതൊരു വെർബ് ആണ്. ഇതൊരു നൗൺ ആണ്. പുച്ഛം അല്ലെ അവഗണന എന്ന മലയാളം വാക്കുകളുടെ അർത്ഥം വരുന്ന വാക്കും ഡിസ്ഡെയിൻ തന്നെയാണ്. ഇതൊരു വെർബാണ്. ഇതൊരു നൗണാണ്. പുച്ഛം അല്ലെ അവഗണന എന്ന മലയാളം വേർഡ്സിന്റെ ഇംഗ്ലീഷ് വേർഡ് വരുന്നത് ഡിസ്ഡെയിൻ തന്നെയാണ്. ഡിസ്ഡെയിൻഫുൾ. ഡിസ്ഡെയിൻഫുൾ ഇതൊരു വിശേഷണമാണ്. ഡിസ്ഡെയിൻഫുൾ, അവജ്ഞയോടെ, പുച്ഛത്തോടെ, അവനെ അവജ്ഞയോടെ കണ്ടു, അവനെ പുച്ഛത്തോടെ നോക്കി എന്നൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്ഡെയിൻഫുൾ അഡ്ജക്റ്റീവ് ആണ്, വിശേഷണമാണ്. അവജ്ഞയോടെ, പുച്ഛത്തോടെ ഒരാളോട് പെരുമാറുക, പുച്ഛത്തോടെ കാണുക, അവജ്ഞയോടെ കാണുക, അവജ്ഞയോടെ അവനോട് പെരുമാറുക എന്ന അർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിനെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്ഡെയിൻ, വെറുക്കുക, നിന്ദിക്കുക, അവജ്ഞയോടെ കാണുക. അതിന്റെ റിലേറ്റഡ് വേർഡ്സ് നൗണും അഡ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ എല്ലാം ഓർത്തിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു തവണ വീഡിയോ കണ്ടുപോവുക. അതിനുശേഷം രണ്ടാമത് കാണുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത്
അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് പഠിച്ചെടുക്കണമെങ്കിൽ, നിങ്ങൾ വേർഡ്സ് പഠിച്ചെടുക്കാൻ, ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിച്ചെടുക്കാൻ ടഫാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിളിലോ നിങ്ങൾ എവിടെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും ഇതിന്റെ മീനിങ്സ് സെന്റൻസ് കിട്ടിയേക്കാം. ബട്ട് ഈ തരുന്ന സെന്റൻസസ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ് തരുന്നത്. നോട്ട് ഡൗൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും വില്ലിംഗ് ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ സെന്റൻസ് യൂസേജിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, people know about the ruling party's disdain for the opposition party. People know about the ruling party's disdain for the opposition party. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സെന്റൻസ് വായിച്ചു നോക്കിയല്ലോ അല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന പാർട്ടി, ഭരിക്കുന്ന പാർട്ടിക്ക്, അതായത് ഭരണപക്ഷം, അതിന് പ്രതിപക്ഷത്തോടുള്ള പുച്ഛം, പ്രതിപക്ഷത്തോടുള്ള വെറുപ്പ്, പ്രതിപക്ഷത്തോടുള്ള അവജ്ഞ, അത് ആൾക്കാർക്ക് അതിനെ പറ്റി അറിയാമെന്നാണ് പറഞ്ഞത്. പീപ്പിൾ നോ അബൌട്ട് ദ റൂളിംഗ് പാർട്ടീസ് ഡിസ്ഡെയിൻ, അതായത് ഭരണപക്ഷത്തിന്റെ, റൂളിംഗ് പാർട്ടിയുടെ ഒപ്പോസിഷൻ പാർട്ടിയോടുള്ള വെറുപ്പ് അല്ല പുച്ഛം അല്ലെ അവഗണന, ഇതൊക്കെ ആർക്കറിയാം? ആൾക്കാർക്ക് അറിയാം. സെക്കൻഡ് വൺ, he treated them with disdain. He treated them with disdain. അവൻ അവരോട് പുച്ഛത്തോടെ പെരുമാറി, അവൻ അവരോട് അവജ്ഞയോട് പെരുമാറി, വെറുപ്പോട് പെരുമാറി അല്ല പുച്ഛത്തോടെ പെരുമാറി. ഇവിടെ disdain എന്നത് noun ആണ് യൂസ് ചെയ്ത സെന്റൻസ്. ശ്രദ്ധിക്കുക, he treated them with disdain. അവൻ അവരോട് അവജ്ഞയോടെ, പുച്ഛത്തോടെ, അവഗണനയോടെ പെരുമാറി എന്നർത്ഥം. ട്രീറ്റ് എന്ന വാക്കെന്താ അർത്ഥം? ട്രീറ്റ് എന്ന വാക്ക് പറഞ്ഞാൽ എന്താ അർത്ഥം? പെരുമാറുക, അങ്ങനെ ഒരു കാര്യം ബിഹേവ് ചെയ്യുക എന്ന അർത്ഥം വരുന്നുണ്ട്. തേർഡ് വൺ, I don't understand why he treats his father with such disdain. I don't understand why he treats his father with such disdain. അവൻ അവന്റെ അച്ഛനോട്, അവനവന്റെ അപ്പനോട്, അവനവന്റെ ഫാദറിനോട് ഇത്രയും പുച്ഛത്തോടെ, ഇത്രയും അവഗണനയോടെ, ഇത്രയും വെറുപ്പോടെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെയും നമുക്ക് ഡിസ്ഡെയിൻ എന്നത് നൗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പുച്ഛത്തോടെ. I don't understand why he treats his father with such disdain. നിങ്ങൾ സെന്റൻസ് 2-3 തവണ പറഞ്ഞു വായിച്ചു നോക്കുക. കാരണം ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു തവണ സെന്റൻസ് വായിച്ചാൽ മനസ്സിൽ വരണമെന്നില്ല, ആ മലയാളം അർത്ഥം മനസ്സിലാക്കാം. ഐ ഡോണ്ട് നോ പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. Why he treats his father with such disdain. അവൻ അവന്റെ ഫാദറിനെ ഇത്ര വെറുപ്പോടെ, ഇത്ര പുച്ഛത്തോടെ, ഇത്ര അവഗണനയോടെ, അവജ്ഞയോടെ എന്തിനാണ് ഫാദറിനോട് അങ്ങനെ പെരുമാറുന്നതെന്ന്, എന്തിനാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. നെക്സ്റ്റ് വൺ, he disdained expert medical opinion on his illness. He disdained expert medical opinion on his illness. അതായത് ഒരാൾക്ക് ഒരു അസുഖമുണ്ട്, അതിന് ഒരു മെഡിക്കൽ ഒപ്പീനിയൻ പറഞ്ഞു, ഡോക്ടറെ കണ്ടു, വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടു, അവരൊരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? പേഷ്യന്റ് എന്താ കാണിച്ചത്? he disdained. അപ്പൊ ഇവിടെ വെറും ഫോമാണ് വരുന്നത്. അവൻ അവജ്ഞയോടെ കണ്ടു, അല്ലെങ്കിൽ വെറുക്കുക, നിന്ദിക്കുക, ആ ഒരു അഡ്വൈസ് അവൻ നിന്ദിച്ചു, അവനത് അവഗണനയോടെ കണ്ടു എന്ന അർത്ഥമാണ് വരുന്നത്. he disdained expert medical opinion on his illness. Some well-educated people show utter disdain to less educated people. എന്താ അർത്ഥം? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ. ചില ആൾക്കാർ, അതായത് നല്ല വിദ്യാഭ്യാസമുള്ള, വളരെ അധികം വിദ്യാഭ്യാസമുള്ള ചില ആൾക്കാർ, എല്ലാവരും നല്ല, some well-educated people, അങ്ങനെയുള്ള ചില ആൾക്കാർ, വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള, വളരെ അധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? അവർ എന്താണ് കാണിക്കുന്നത്? അവരോട് പുച്ഛമാണ് അവർക്ക്. they show utter disdain. അവര് പുച്ഛം കാണിക്കുന്നു, അവർ അവഗണന കാണിക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെ അവജ്ഞയോടെ കാണുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, why does he treat his subordinates with such disdain? Why does he treat his subordinates with such disdain? അവൻ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, ആളുടെ അടിയിൽ കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ്സ് അല്ലേ? ഓക്കെ, ഇയാൾ അവരോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ്? he treats them with disdain. വളരെ ഡിസ്ഡെയിൻഫുൾ ആയിട്ടുള്ള പെരുമാറ്റമാണ്. അവര് ഡിസ്ഡെയിൻഫുൾ, വളരെ പുച്ഛത്തോടെ, വളരെ അവഗണനയോടെയാണ് പെരുമാറുന്നത് സബോർഡിനേറ്റ്സിനോടെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, why does he treat his subordinates with such disdain? എന്തുകൊണ്ടാണ് അവൻ സബോർഡിനേറ്റ്സിനോട് ഇങ്ങനെ പുച്ഛത്തോടെ പെരുമാറുന്നത്, അവഗണനയോടെ പെരുമാറുന്നത്, എങ്ങനെയാണ് അവജ്ഞയോടെ കാണുന്നത്, എന്തിനാണ് അവരെ നിന്ദിക്കുന്നത് എന്ന് അർത്ഥമൊക്കെയാണ് വരുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത സെന്റൻസ് യൂസേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ കണ്ടു കഴിയുമ്പോൾ, ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്കുള്ള ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇന്ന് പഠിച്ച 3 വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ സെന്റൻസ് യൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് ശേഷം
നിങ്ങൾ ഇന്ന് പഠിച്ച 2-3 സെന്റൻസ് യൂസേജസ് പഠിച്ചത് തന്നെ മതി. അതൊന്ന് നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ, കമന്റ്സിൽ എഴുതുവാണെങ്കിൽ ഈ വീഡിയോ വ്യൂവേഴ്സിന് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. കാരണം മുന്നോട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, എഫേർട്ട് എടുക്കാൻ ജസ്റ്റ് പകുതി മനസ്സോടെ വന്ന് ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തവർ പോലും അത് യൂസേജസ് എഴുതിയെടുത്ത് അവർ പഠിക്കാൻ ഒരു ശ്രമം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, പല പ്ലേലിസ്റ്റുകളും ഉണ്ട്, നിങ്ങൾ ട്രെയിനിങ് സെഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെയും ചാനലിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് വാട്സ്ആപ്പ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ് വിത്ത് ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയ കോഴ്സസ് ഉണ്ട്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 തരം കോഴ്സ് ഉണ്ട്. സെൽഫ് സ്റ്റഡി പ്രോഗ്രാം ഉണ്ട്. അത് ഡിജിറ്റൽ കോഴ്സാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരാളോട് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സ്കിൽസും ബേസിക് വേർഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. വേർഡ്സ് നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ കിട്ടുന്നില്ലെങ്കിൽ ബേസിക് വേർഡ്സ് ഒക്കെ റൈറ്റ് ടൈമിൽ കിട്ടാനും ഹെൽപ്ഫുൾ ആയിരിക്കും. 30 ദിവസത്തെ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സിന്റെ കൂടെ 10 എക്സാംസ് ഉണ്ട്. 30 ദിവസം റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതിൽ 10 എക്സാംസും അതിന്റെ ആൻസർ കീസും ഉണ്ട്. ഞാനൊരു ബുക്കിന്റെ ഓഥറാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ഒരു കോഴ്സിന്റെ പുസ്തക രൂപമാണ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 900 rupees ആണ് കോഴ്സിന് വരുന്നത്. അതിന് ട്രെയിനർ സപ്പോർട്ട് ഇല്ല. അത് കൂടാതെ 2 കോഴ്സസ് വേറെ ഉണ്ട്. പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 ഉണ്ട്. പ്രോ ലെവൽ കോഴ്സ് ലെവൽ 2 ഉണ്ട്. ലെവൽ 1 പ്രോ ലെവൽ കോഴ്സും നേരത്തെ പറഞ്ഞ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ് 30 ഡേയ്സിലേക്കുണ്ട്. 10 എക്സാംസും അതിന്റെ ആൻസർ കീസും ഉണ്ട്. ഇ ബുക്ക് വരുന്നുണ്ട് PDF ഫോർമാറ്റിൽ. അത് കൂടാതെ എന്റെ ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും. 30 ഡേയ്സിലെ ക്ലാസ്സിന് 45 days വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഡൗൺലോഡ് ചെയ്ത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. പക്ഷേ പേഴ്സണൽ ട്രെയിനർ ചാറ്റ് സപ്പോർട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് 45 ഡേയ്സിലേക്കാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് ആ സർവീസ് ഓഫർ ചെയ്യുന്നത്. അതുകൂടാതെ ലെവൽ 2 കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാറ്റ് സപ്പോർട്ട് കൂടാതെ പ്ലസ് നിങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് ലിമിറ്റഡ് നമ്പർ ഓഫ് സെഷൻസ് ആണ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ട്രെയിനറിനും സ്റ്റുഡന്റിനും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ലൈവ് സപ്പോർട്ട് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അത് ടെലിഫോണിക് ലൈവ് സെഷൻസ് ആണ് കൊടുക്കുന്നത്. ഫോൺ വഴിയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയി താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ബുക്കിന്റെ ഓഥറാണ്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കോഴ്സിന്റെ പുസ്തക രൂപമാണ്. അത് ഗ്രാമർ റൂൾസ് ഒന്നും അല്ല വരുന്നത്. കണ്ടന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ ക്ലാസ് എടുക്കുന്നു അതിന്റെ വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ആണ് തരുന്നത്. ഇതിലെ കണ്ടന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് നിങ്ങൾ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടന്റ്സ് പേജ് ശ്രദ്ധിക്കുക. കണ്ടന്റ്സ് പേജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഇൻട്രഡക്ഷൻ, ക്ലാസ് റൂം ലാംഗ്വേജ്, കുട്ടികൾക്ക് ക്ലാസ് റൂം സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ സെന്റൻസസ് ഉണ്ട് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ. ടീച്ചേഴ്സിന് കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങളും പുസ്തകം അത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആസ്കിംഗ് പെർമിഷൻ, എഗ്രീയിങ് ആൻഡ് ഡിസഗ്രീയിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആസ്കിംഗ് ഡൗട്ട്സ്, should I അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസേജ് വരുന്നത്. may, might, will, all these things just like talking about books, places, time അതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത് വരുന്ന കാര്യമാണ് സിറ്റുവേഷണൽ കോൺവെർസേഷൻസ്. ഈ സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് ചിലത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പല സിറ്റുവേഷൻസിലുള്ള നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് കോൺവെർസേഷൻസ് ആണ് കൊടുക്കുന്നത്. വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ആണ്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് പുസ്തക രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ സെഷൻസ് ഉണ്ട്. അതിൽ ബേസിക്സ് ഇൻ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതുപോലെ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസസ്, പെർഫെക്റ്റ് ടെൻസസ് ഇല്ല, സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസസിന്റെ വിത്ത് മലയാളം ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ് ആണ് അതിനകത്ത് വരുന്നത്. ട്രാൻസ്ലേഷൻ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വരുന്നത് വേർഡ് പവർ ആണ്. വേർഡ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കോമൺലി ഉപയോഗിക്കാൻ സാധ്യതയുള്ള 300 വേർഡ്സിന്റെ വിത്ത് മലയാളം മീനിങ്സ് ആണ്. പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഫോംസ് ആണ് വരുന്നത്. മലയാളം മീനിങ്സ് ഒക്കെ തരുന്നുണ്ട്. അത് കൂടാതെ വരുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. സെൽഫ് അസസ്മെന്റ് ഒരു 100 മാർക്കിന്റെ ഒരു എക്സാം ആണ്. അപ്പൊ അതില് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം ആണ്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ പെൻസിൽ വെച്ചൊക്കെ ആൻസർ ചെയ്യാം. അപ്പോൾ ഗ്രാമർ ക്ലാസ് ഇതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാം. അതിന്റെ ആൻസർ കീ അവസാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് അറിയാം. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന ടോപ്പിക് പ്രസന്റേഷൻസിന്റെ ഡിബേറ്റ്സിന്റെ 2 മോഡൽസും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പുസ്തകത്തിൽ വരുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ ബുക്കിന് വരുന്നത് 300 രൂപയാണ്. ഒറിജിനൽ ബുക്കും ഇ ബുക്കും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനൽ ബുക്ക് കേരളത്തിനുള്ളിൽ മാത്രമാണ് അറ്റ് പ്രസന്റ് ഷിപ്പ് ചെയ്യുന്നത്. 300 രൂപ ബുക്കിന്റെ കോസ്റ്റ് ആണ്. 257 പേജ് ഉണ്ട്. അതുകൂടാതെ 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 300 പ്ലസ് 50 350 രൂപയ്ക്കാണ് അറ്റ് പ്രസന്റ് ബുക്ക് കൊടുക്കുന്നത്. ഇതിന്റെ തന്നെ ഇ ബുക്ക് ഫോർമാറ്റ് ഉണ്ട്. ഇ ബുക്ക് ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ PDF ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് ഈ പുസ്തകം ഈ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഇമെയിലൂടെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ സ്മാർട്ട് ഫോണിലോ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ആവശ്യമുള്ള ഭാഗങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ. അത് 200
200 രൂപയാണ് ഈ ബുക്കിന് വരുന്നത്. ഒറിജിനൽ ബുക്കിന് 300 + 50 350 ആണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. So let's get back to the portion. നമ്മൾ പഠിക്കുന്നത് നമുക്ക് disdain ആണ്. അത് വെച്ചുള്ള അടുത്ത സെന്റൻസ് യൂസേജിലേക്ക് കടക്കാം. The policeman looked at the complainant with disdain. The policeman looked at the complainant with disdain. എന്താണ് complainant എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. COMPLAINANT. complainant പരാതിക്കാരൻ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? COMPLAIN കംപ്ലൈന്റ് പരാതിപ്പെടുക. കംപ്ലൈന്റ് ഇട്ടാലോ COMPLAINT പരാതി. കംപ്ലൈനന്റ് പരാതിക്കാരൻ COMPLAINANT കംപ്ലൈനന്റ് പരാതിക്കാരൻ. The policeman looked at the complainant with disdain. ഒരാളൊരു പരാതി കൊടുക്കാൻ വന്നു, ഒരു പരാതിക്കാരൻ വന്നു. പരാതി കൊടുക്കാൻ വന്നപ്പോൾ പോലീസുകാരൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, ആൾ ബിസി ആയിരുന്നായിരിക്കാം. അയാൾ പുച്ഛത്തോടെ നോക്കി, അവഗണനയോട് നോക്കി എന്നാണ് പറയുന്നത്. The policeman looked at the complainant with disdain. പുച്ഛത്തോടെ നോക്കി, അവഗണനയോടെ നോക്കി. ഞാനൊരു കമ്പനി ജോലി ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ ഇംപ്രൂവ് ചെയ്യാൻ കുറച്ച് സജഷൻസ് ഒക്കെ ഞാൻ കമ്പനി മാനേജ്മെന്റ് അല്ലെ കമ്പനി അതോറിറ്റി എന്റെ സൂപ്പർവൈസറോടോ അവിടുത്തെ എന്നെ മുകളിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു. പക്ഷേ അവരത് പുച്ഛത്തോടെ കണ്ടു. എന്റെ സജഷൻസ് ഒക്കെ, അതൊരു ബെറ്റർ വർക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള എന്റെ സജഷൻസ് ഒക്കെ, ഞാനൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്നോട് അവർ ഞാൻ എന്റെ സജഷൻസ്, എന്റെ ആ നിർദ്ദേശങ്ങൾ, എന്റെ ആ സജഷൻസിനെ അവർ പുച്ഛത്തോടെ കണ്ടു. Some children show disdain to the advices of the grandparents. അതായത് ചില കുട്ടികൾ അവരുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഒക്കെ ഉപദേശങ്ങളോട് പുച്ഛം കാണിക്കാറുണ്ട്. അവർ പുച്ഛത്തോടെയാണ് അത് സ്വീകരിക്കുന്നത്. കാര്യമായിട്ട് എടുക്കാറില്ല. അവർ പുച്ഛത്തോടെ കാണും, അവഗണനയോടെ കാണും. അപ്പൊ മുതിർന്ന ആൾക്കാരാണ്, അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. Some drivers obey traffic rules disdainfully. Some drivers obey traffic rules disdainfully. അപ്പോൾ disdainful എന്ന കാര്യം പറഞ്ഞു, disdainfully എന്ന വാക്കും കൂടെ വരുന്നുണ്ട്. അതായത് വളരെ അവജ്ഞയോടെയാണ്, വളരെ പുച്ഛത്തോടെയാണ് ചില ഡ്രൈവർമാരൊക്കെ ട്രാഫിക് റൂൾസ് അനുസരിക്കുന്നത്. Some drivers obey traffic rules disdainfully. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, some drivers treat traffic rules with disdain. പുച്ഛത്തോടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വാക്ക് പഠിച്ചു കഴിഞ്ഞു. കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. കാരണം നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവും. എനിക്ക് ഉറപ്പുണ്ട്. വാക്കുകൾ പഠിക്കാൻ എളുപ്പമില്ല. ശരിക്കും നാച്ചുറൽ ആയിട്ട് വാക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഇംഗ്ലീഷ് ഫുൾ ടൈം കേൾക്കുക. കൂടുതൽ സമയം ഇംഗ്ലീഷ് കേൾക്കാനും ഇംഗ്ലീഷ് വായിക്കാനും അവസരമുള്ളവർക്കാണ് പെട്ടെന്ന് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക, വാക്കുകൾ വായിൽ വരിക, അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻസ്, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിലെ ട്രെയിനിങ് സെഷൻ 100% യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളത് നോട്ട്സ് എഴുതിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്കാണ് ഇൻവിസേജ്. ഇൻവിസേജ്, ഇൻവിസേജ്, ENVISAGE. We pronounce it as ഇൻവിസേജ്. ഇൻവിസേജ് എന്താ അർത്ഥം? അഭിമുഖീകരിക്കുക, ധൈര്യത്തോടെ എതിർക്കുക, അർത്ഥം മനസ്സിലാക്കുക, അവലോകനം ചെയ്യുക. 4 അർത്ഥങ്ങൾ വരുന്നുണ്ട്. അഭിമുഖീകരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളോ ഓരോ സിറ്റുവേഷൻസോ ഒക്കെ അഭിമുഖീകരിക്കുക, അതിനെ ഫേസ് ചെയ്യുക. ധൈര്യത്തോടെ എതിർക്കുക, എന്തെങ്കിലും കാര്യങ്ങളോ സിറ്റുവേഷൻസോ വരുമ്പോൾ അതിനെ ധൈര്യത്തോടെ എതിർക്കുക. അർത്ഥം മനസ്സിലാക്കുക, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി എടുക്കുക. അവലോകനം ചെയ്യുക, ഭാവിയിൽ ഒരു കാര്യം എന്ത് സംഭവിക്കും എന്നൊക്കെ അവലോകനം ചെയ്യുക. ഓക്കെ, അതിന് 3 വേർബ് ഫോംസ് ഞാൻ പറയുന്നുണ്ട്. ഇൻവിസേജ്, ഇൻവിസേജ്ഡ്, ഇൻവിസേജ്ഡ്. ഫസ്റ്റ് ഫോം ഓഫ് വേർബ് പ്രസന്റ് ഫോം ആണ്. പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇൻവിസേജ്, ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യം പറയാം. അഭിമുഖീകരിക്കാറുണ്ട്, ഞാൻ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്, അല്ല അഭിമുഖീകരിക്കുക. ഇൻവിസേജ്, അഭിമുഖീകരിച്ചു. ഓക്കെ, അവലോകനം ചെയ്തു, അർത്ഥം മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്, എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഇൻവിസേജ്ഡ്, അഭിമുഖീകരിച്ചിട്ടുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അഭിമുഖീകരിച്ചിട്ടുണ്ട്, അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അതിനെ പറ്റി അവലോകനം ചെയ്തിട്ടുണ്ട്. അപ്പം 4 അർത്ഥങ്ങൾ വരുന്നുണ്ട് ഇൻവിസേജ്. അപ്പോൾ നമുക്ക് ഈ വാക്കിന്റെ സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദി റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് ഈസ് ഇൻവിസേജ്ഡ് ടു ബി കംപ്ലീറ്റഡ് ബൈ നെക്സ്റ്റ് ഫെബ്രുവരി. അടുത്ത ഫെബ്രുവരിയോടെ ആ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുമെന്നാണ് അവലോകനം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻവിസേജ്ഡ് ദാറ്റ് the fuel price will come down by next January. It is envisaged that the fuel price will come down by next January. അടുത്ത ജനുവരിയോടെ ഫ്യൂവൽ പ്രൈസ് താഴുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. How much profit do you envisage in this business? How much profit do you envisage in this business?
ഈ ഒരു ബിസിനസ്സിൽ നീ എത്രമാത്രം പ്രോഫിറ്റാണ് പ്രതീക്ഷിക്കുന്നത്, എത്രമാത്രം പ്രോഫിറ്റാണ് നീ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നർത്ഥം വരുന്നുണ്ട്. സി ഇൻവിസേജ്, ഭാവിയിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കുന്നതിനെ പറ്റിയൊക്കെ പ്രതീക്ഷ പുലർത്തുക എന്ന അർത്ഥം കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഹൗ മച്ച് പ്രോഫിറ്റ് ഡു യു ഇൻവിസേജ് ഇൻ ദിസ് ബിസിനസ്? ഈ ബിസിനസ്സിൽ നീ എത്ര ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്, എത്ര ലാഭം കിട്ടുമെന്നാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഐ കാണ്ട് ഇൻവിസേജ് ഹെർ ലിവിങ് ഇൻ ദാറ്റ് ഹൗസ് അലോൺ. ഐ കാണ്ട് ഇൻവിസേജ് ഹെർ ലിവിങ് ഇൻ ദാറ്റ് ഹൗസ് അലോൺ. അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐ ഡിഡ്ന്റ് ഇൻവിസേജ് ഹിം ടു കംപ്ലീറ്റ് ദാറ്റ് കോഴ്സ് സക്സസ്ഫുള്ളി. ഐ ഡിഡ്ന്റ് ഇൻവിസേജ് ഹിം ടു കംപ്ലീറ്റ് ദാറ്റ് കോഴ്സ് സക്സസ്ഫുള്ളി. അവൻ ആ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി പൂർത്തിയാക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു അർത്ഥം കൂടെ വരുന്നത് എഴുതിയിട്ടുള്ളത് ഒരു കാര്യം ഭാവിയിൽ സംഭവിക്കുന്നുള്ള പ്രതീക്ഷ, അങ്ങനെ എക്സ്പെക്ട് ചെയ്യാന്ന അർത്ഥം കൂടെ വരുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വാക്കാണ് സ്റ്റുഡിയസ്. STUDIOUS. സ്റ്റുഡിയസ്. ഇതൊരു അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. പഠിക്കുന്ന സ്വഭാവമുള്ള, ശ്രദ്ധയുള്ള എന്ന അർത്ഥമാണ് വരുന്നത്. നമ്മൾ ചില വിദ്യാർത്ഥികളെ പറ്റിയൊക്കെ പറയുമ്പം അവൻ വളരെ പഠിക്കുന്ന സ്വഭാവമുള്ളവനാണ്, പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്, അത്രയും ശ്രദ്ധയുള്ളതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റുഡിയസ് എന്ന് പറയുമ്പോൾ വിശേഷണമാണ്, പഠിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയാൻ നമുക്ക് ഉപയോഗിക്കാം. ശ്രദ്ധയുള്ള, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയുള്ള, അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധയുള്ള ഒരു അർത്ഥം കൂടെ വരുന്നുണ്ട്. ഇതൊരു അഡ്ജക്റ്റീവാണ്. അടുത്തത് റിലേറ്റഡ് വേർഡ്സ് ആയിട്ട് വരുന്നത് സ്റ്റുഡിയസ്നെസ്. ഓക്കെ, നൗണാണ്. ശ്രദ്ധാശീലം എന്ന അർത്ഥമാണ് വരുന്നത്. സ്റ്റുഡിയസ്നെസ് മീൻസ് ശ്രദ്ധാശീലം, അല്ലെ പഠിക്കുന്നതിനോട് തന്നെ വളരെയുള്ള തീവ്രമായ ആഗ്രഹം. പഠിക്കുന്നതിന് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ഓരോന്നിനും അഡിക്റ്റ് ആവെന്ന് പറഞ്ഞില്ലേ, പഠിക്കുന്നതിനോട് തന്നെയുള്ള അഡിക്ഷൻ എന്ന് പറയാം നമുക്ക്. അതിനാണ് സ്റ്റുഡിയസ്നെസ് എന്ന് പറയുന്നത്. ശ്രദ്ധാശീലം, അല്ലെ പഠിക്കുന്നതിനോടുള്ള തീവ്രമായ ആഗ്രഹം, സ്റ്റഡി ചെയ്യാനുള്ള ഒരു അഡിക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഷീ ഈസ് എ സ്റ്റുഡിയസ് ചൈൽഡ് ഹു ലൈക്സ് ടു സ്പെൻഡ് അവേഴ്സ് റീഡിങ്. അതായത് അവൾ ഒരുപാട് മണിക്കൂറുകൾ വായിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയസ് ചൈൽഡാണ്, അവൾക്ക് വളരെ ശ്രദ്ധാശീലമുള്ളതാണ്, പഠിക്കുന്നതിന് താല്പര്യമുള്ളതാണ്, വായിക്കാനൊക്കെ താല്പര്യമുള്ളവരാണ്, പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ട്. ഷീ ഈസ് എ സ്റ്റുഡിയസ് ചൈൽഡ് ഹു ലൈക്സ് ടു സ്പെൻഡ് അവേഴ്സ് റീഡിങ്. ഒരുപാട് മണിക്കൂറുകൾ വായിക്കാൻ താല്പര്യമുള്ള, വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയാണ് പറയുന്നത്. അവൾ വളരെ സ്റ്റുഡിയസ് ആണെന്നാണ് പറയുന്നത്. The design was drawn by an expert with studious care and attention. ഇപ്പോൾ ഡിസൈനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ഡിസൈൻ നോക്കിയപ്പോൾ വളരെ മികച്ചതാണത്. അപ്പോൾ ഞാൻ പറയുകയാണ്, the design was drawn by an expert with studious care and attention. ഒരു എക്സ്പെർട്ടാണ് ഇത് വരച്ചത്. എങ്ങനെയാണ് വരച്ചത്? വളരെ ശ്രദ്ധയോടെയും കെയർഫുൾ ആയിട്ടുമാണ് വരച്ചേക്കുന്നത്. Most students in that school are studious and ambitious. Most students in that school are studious and ambitious. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്കൂളിലുള്ള ഒരുപാട് അക്കാഡമിക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന സ്കൂളാണ്. ആ ഒരു സ്കൂളിലെ മിക്ക വിദ്യാർത്ഥികളും സ്റ്റുഡിയസുമാണ്, അംബീഷ്യസുമാണ്. അതായത് വളരെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. സ്റ്റുഡിയസ് ആണ്, പഠിക്കുന്ന സ്വഭാവമുള്ളതാണ്, നല്ല മാർക്സ് കിട്ടുന്നവരാണ്, വളരെ സ്റ്റുഡിയസ് ആണ്. അതുപോലെ തന്നെ അംബീഷ്യസ് ആണ്. എന്താണ് അംബീഷൻ എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഉള്ള അംബീഷൻ മീൻസ് തീവ്രമായ ആഗ്രഹം, അല്ലേ? അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. സോ മോസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ ആർ സ്റ്റുഡിയസ് ആൻഡ് അംബീഷ്യസ്. നിങ്ങൾ ഈ സെന്റൻസ് യൂസേജസ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷീ പ്രിപ്പയർഡ് ദ റിപ്പോർട്ട് ഇൻ എ സ്റ്റുഡിയസ് മാനർ ആൻഡ് വാസ് അപ്രീഷിയേറ്റഡ് ബൈ ഹെർ കമ്പനി. She prepared the report in a studious manner and was appreciated by the company. അവൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അവളോട് പറഞ്ഞിരുന്നു. അവളത് വളരെ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കിയത്, വളരെ മികച്ചതായിട്ട് തയ്യാറാക്കി. അത് കമ്പനി അവളെ അതിന് അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ കൂടുതൽ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.